അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തം നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ സൂറത്തുൽ അലഖിനെ സംബന്ധിച്ചായിരുന്നു നമ്മൾ പറഞ്ഞു വെച്ചിരുന്നതും. അതിൻ്റെ ആദ്യത്തെ 5 ആയത്തുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ഇനി അതിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് നമ്മൾ ചർച്ച ആരംഭിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ഈ ഖുർആനിൻ്റെ ഈ പഠനത്തിന് വേണ്ടി ഒരുമിച്ചുകൂടൽ നാളെ അവൻ്റെ പരലോക ജീവിതത്തിൽ വലിയ മുതൽക്കൂട്ടാക്കി നൽകുമാറാവട്ടെ. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ എന്ന ആയത്തിനെയാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുവാൻ പോകുന്നത്. ആദ്യമായിട്ട് കല്ല, അള്ളാഹു പറയുന്നു, നോക്കൂ നിങ്ങൾ, കല്ല, കാര്യം അങ്ങനെയല്ല കേട്ടോ, കാര്യം അങ്ങനെയല്ല കേട്ടോ. ഹക്കൻ, സത്യമായിട്ട് അള്ളാഹു പറയാൻ പോവുകയാണ്. മനുഷ്യൻ എന്ന് പറയുന്ന നാം എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ്. മനുഷ്യനായ നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്ന ഒരു കാര്യത്തെയാണ് അള്ളാഹു ഉണർത്തുന്നതും സത്യമായിട്ടും വാസ്തവമായിട്ടും അള്ളാഹു പറയാൻ പോവുകയാണ്. ഇന്നൽ ഇൻസാന, തീർച്ചയായിട്ടും മനുഷ്യൻ, ലയത്ഗാ, അവനെന്താകും, അള്ളാഹുവിനെ അനുസരിക്കാത്തവനായി മാറും. അതുപോലെ തന്നെ അഹങ്കാരിയായിട്ടും അവൻ മാറിപ്പോവും. അപ്പോൾ മനുഷ്യൻ അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്നവനും അതുപോലെ തന്നെ അഹങ്കാരിയുമായി മാറുമെന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. അള്ളാഹു കഴിഞ്ഞു പോയ ആയത്തിലൂടെ അള്ളാഹു പറഞ്ഞു വെച്ചതെന്തായിരുന്നു? മനുഷ്യന് ഈ ഭൂമി ലോകത്തേക്ക് അവനെ സൃഷ്ടിക്കുന്നതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു എന്നതാണ് പറഞ്ഞു വെച്ചത്. അങ്ങനെ സൃഷ്ടിച്ച മനുഷ്യൻ ഈ ഭൂമി ലോകത്തുള്ള മറ്റു ജീവജാലങ്ങളെക്കാൾ ഏറ്റവും ഉത്കൃഷ്ടമായ സൃഷ്ടിയായിട്ട്, ഏറ്റവും ബഹുമാനവും ആദരവും കൽപ്പിച്ച സൃഷ്ടിയായിട്ട് അള്ളാഹു സൃഷ്ടിച്ചത് മനുഷ്യനെയാണ്. ആ മനുഷ്യൻ അള്ളാഹു സുബ്ഹാനഹു വ തആല എഴുതാൻ പഠിപ്പിച്ചു. എഴുതാനുള്ളതായ ആ ഒരു സിദ്ധി അള്ളാഹു നമുക്ക് നൽകി. മാത്രവുമല്ല, അള്ളാഹു നമുക്ക് ജ്ഞാനം നൽകി, അറിവുകൾ നൽകി. ഇങ്ങനെയൊക്കെ അള്ളാഹു ഒരുപാട് അനുഗ്രഹം ചെയ്തു. ഇങ്ങനെ ചെയ്തു തന്നതായ മനുഷ്യൻ പിന്നീട് അവൻ്റെ ജീവിതത്തിൽ അവന് എല്ലാം കിട്ടിക്കഴിയുമ്പോൾ അള്ളാഹുവിനെ വിസ്മരിച്ചു പോകുന്ന ഒരു അവസ്ഥ മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ വന്നു ഭവിക്കാറുണ്ട്. അതിനെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉണർത്തുന്നത്. കല്ല ഇന്നൽ ഇൻസാന, തീർച്ചയായിട്ടും മനുഷ്യൻ, ലയത്ഗാ, അവൻ അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ അതിരുപരമ്പുകളെ ഭേദിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം അവൻ നയിക്കുന്നതാണ്. എപ്പോഴാണ് ഇതുണ്ടാവുക? അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ടുള്ള അഹങ്കാരിയായ ഒരു ജീവിതം. അതാണ് അള്ളാഹു പറയുന്നത്. അവൻ അവനെ തന്നെ കാണുന്ന സന്ദർഭത്തിൽ എങ്ങനെയാണ് അവനെ കാണുന്നത്? ഇസ്തവന, അവൻ സമ്പന്നനാണ്, അവൻ സ്വയം പര്യാപ്തനാണ് എന്ന് സ്വന്തത്തെക്കുറിച്ച് അവൻ എപ്പോഴാണോ അവൻ്റെ മനസ്സിൽ അവനൊരു വിചാരം വരുന്നത്, അവൻ്റെ മനസ്സിൽ അങ്ങനെയുള്ളൊരു ചിന്തയിലേക്ക് അവൻ മാറിപ്പോകുന്നത്, ആ സമയം മുതൽക്ക് അവൻ സൃഷ്ടാവായ അല്ലാഹുവിനെ ധിക്കരിക്കുന്നവനും അഹങ്കാരിയായിട്ട് ജീവിക്കുന്നവനും ആയിരിക്കും എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറഞ്ഞു വെക്കുന്നതും. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അബൂജഹലിനെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിൽ ഉദ്ദേശിക്കപ്പെടുന്നത്. അബൂജഹൽ എന്ന് പറയുന്നത് നമുക്കറിയാം, അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം വരുത്തിയ, ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയ
ഏറ്റവും ദുഷിച്ച വ്യക്തിയാണ് അബൂജഹൽ എന്ന് പറയുന്നത്. ഫിർഔന ഹാദിഹിൽ ഉമ്മ എന്ന് അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞ അത്രമേൽ പ്രയാസം അല്ലാഹുവിൻ്റെ ഹബീബിന് അനുഭവിക്കേണ്ടി വന്ന നീചനായ വ്യക്തിയാണ് അബൂജഹൽ. ആ അബൂജഹൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് കൊടുത്തു, നല്ല സമ്പത്തുണ്ടായിരുന്നു. ഇതൊക്കെ കിട്ടിയപ്പോൾ വന്ന വഴി മറന്നുപോയി. ഇനി വരാനിരിക്കുന്ന ഈ ഭൂമിലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഇതിൽ നിന്ന് പാഠമുണ്ട്. എന്താണ് പാഠം? ഒരിക്കലും നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ല. നമ്മുടെ ഉമ്മയുടെ ഉദരാശയത്തിലേക്ക്, ഗർഭപാത്രത്തിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സന്നിവേശിപ്പിക്കുകയാണ്. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് തുടങ്ങിയതായ ജീവിതത്തിൻ്റെ തുടക്കം. അങ്ങനെ നമ്മൾ ഭൂമിയിൽ വന്നു, നമുക്ക് വേണ്ടതെല്ലാം അല്ലാഹു തന്നു. അവസാനം നമ്മൾ ഒരു കാലിൽ നിൽക്കാൻ, രണ്ട് കാലിലും നമ്മൾ നിൽക്കാനുള്ള പ്രാപ്തി എത്തുന്ന സമയത്ത് സൃഷ്ടാവായ അല്ലാഹു നമ്മൾ മറന്നു പോകുന്നു, അഹങ്കാരിയായി മാറുന്നു. ഇതാണ് ആ മനുഷ്യന്റെ സ്വഭാവം എന്ന് പറയുന്നത്. അപ്പൊ ഈ ചീത്തയായ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അബൂജഹലിനെ പോലെ നമ്മൾ അധപ്പതിക്കുന്നവരാവാൻ പാടില്ല. സമ്പത്തും അധികാരവും കയ്യിൽ കിട്ടുമ്പോൾ അതാണ് അല്ലാഹു പറഞ്ഞു വെക്കുന്നത്, ഇന്നൽ ഇൻസാന ലയത്വ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നോക്കൂ നിങ്ങൾ, എന്ന് കഴിഞ്ഞിട്ട് പറയുന്നു, ഇന്ന ഇലാ റബ്ബിക റുജഅ. അല്ലാഹു പറഞ്ഞു വെക്കുകയാണ്, മനുഷ്യ, നീ ഇങ്ങനെ സമ്പത്തും അധികാരവും എല്ലാം കിട്ടുന്ന സമയത്ത് നീ അഹങ്കാരിയായിട്ട് ജീവിച്ചിട്ടും നീ വിചാരിക്കുന്നുണ്ട് ഇവിടെ കാലാകാലം ജീവിക്കാമെന്ന ആ ഒരു വിചാരം നിനക്ക് വേണ്ട. ഇന്ന ഇലാ റബ്ബിക, നിന്റെ സൃഷ്ടാവായ അല്ലാഹുവിലേക്ക് മാത്രമാണ് അർജഅ, നിന്റെ യഥാർത്ഥത്തിലുള്ള മടക്കം. 10-60 വർഷത്തെ ജീവിതം അവസാനിപ്പിച്ച് സൃഷ്ടാവായ അല്ലാഹുവിലേക്ക് തന്നെയാണ് നാം ഓരോരുത്തരും മടങ്ങി ചെല്ലാനുള്ളത് എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് അബൂജഹലിന്റെ വിഷയത്തിലാണ് ഈ ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇനി അബൂജഹൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കാണിച്ച, അല്ലാഹുവിന്റെ ഹബീബിനോട് ചെയ്ത ആ നീച നികൃഷ്ടമായ ആ ഒരു പരിപാടി എന്തായിരുന്നു എന്നതാണ് ഈ അടുത്ത ആയത്തിലൂടെ അല്ലാഹു പറയുന്നത്. അല്ലാഹു പറയുന്നത് നോക്കൂ നിങ്ങൾ, അറഅയ്ത, അങ്ങ് അറിഞ്ഞില്ല നബിയെ, അഖ്ബിർനി, എനിക്കങ്ങ് പറഞ്ഞു തരും നബി. എന്താണ് പറഞ്ഞു തരേണ്ടത്? അല്ലദി, ഒരുത്തനെ കുറിച്ച്, യൻഹ, അവനെന്താകുന്നു, അവൻ വിരോധിക്കുന്നു, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവൻ തടയുകയാണ്. ആര്? അബൂജഹൽ. അബ്ദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് അവൻ തടയുന്നത്. എപ്പോഴാണ് തടയുന്നത്? ഇദാ സ്വല്ല, അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബാലയത്തിൽ വന്നുകൊണ്ട് നിസ്കരിച്ചാൽ അല്ലാഹുവിന്റെ ഹബീബിനെ ചീത്ത വിളിക്കുകയും അവിടെ നിന്ന് ആട്ടി ഓടിക്കപ്പെടുന്ന ഒരവസ്ഥ. ഇതായിരുന്നു അബൂജഹൽ ചെയ്തിരുന്നതായ പരിപാടി. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്ത് നോക്കി കൈവിരൽ ചൂണ്ടി ചിപ്രകോപിയായിക്കൊണ്ട് അവൻ പറയുകയും ചെയ്തു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇനിയെങ്ങാനും ഈ കഅബാലയത്തിൽ നീ വന്നുകൊണ്ട് ഇങ്ങനെ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടാൽ നിന്റെ മുഖത്തെ ഞാൻ മണ്ണിനോട് ചേർത്തൊട്ടിക്കുമെന്ന് വരെ നിന്റെ മുഖത്ത് പിരടിയിൽ ഞാൻ ചവിട്ടുക തന്നെ ചെയ്യുമെന്ന് അവൻ പ്രഖ്യാപിക്കുകയും അല്ലാഹുവിന്റെ ഹബീബ് സുജൂദിൽ അള്ളാഹുവുമായിട്ട് മുനാജാത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ പിരടിയിൽ ചവിട്ടാൻ വേണ്ടി അവൻ കാൽ ഓങ്ങുകയുണ്ടായി. ആ സമയത്തും അള്ളാഹുവിന്റെ മാലാകമാർ നരകത്തിൽ നിന്നുള്ള ഒരു കിടങ്ങ് അവന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കുകയും ഇത് കണ്ടുകൊണ്ട് പേടിച്ചരണ്ടുകൊണ്ട് അവൻ പിറകോട്ടടിച്ച് വീഴുകയും ചെയ്തു എന്ന് ഈ ആയത്തിന്റെ തഫ്സീറുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത്രമേൽ അല്ലാഹുവിന്റെ ഹബീബിനെ ആക്രമിച്ച, അല്ലാഹുവിന്റെ ഹബീബിനെ വേദനിപ്പിച്ച അബൂജഹലിന്റെ വിഷയത്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുകയാണ് ലളിതങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് മുത്തുനബിയോട് ചോദിക്കുകയാണ്, അറഅയ്ത, നബിയെ, അങ്ങ് കണ്ടില്ല നബി, അങ്ങ് എനിക്ക് പറഞ്ഞു തരും നബിയെ, അല്ലദി, ഒരുത്തനെ കുറിച്ച്. ആരാണ് ഈ ഒരുത്തൻ? അബൂജഹലാണ്. യൻഹ, അവന്റെ പരിപാടി എന്താണ്?
അവൻ അവൻ നിരോധിക്കുകയാണ്, തടയുകയാണ് അബ്ദൻ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. അപ്പോൾ ഇദാ സ്വല്ല, നബിയെ അങ്ങ് കഅബാലയത്തിലേക്ക് നിസ്കരിക്കാൻ ചെന്നാൽ, നിസ്കരിച്ചാൽ. അവ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിസ്കാരത്തിൽ നിന്നും ഒരു വിലങ്ങ് തടിയായിട്ട് അബൂജഹൽ അവിടെ മാറി എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളതും അള്ളാഹുവിന്റെ മസ്ജിദുകൾ എന്ന് പറയുന്നത്, ഭവനങ്ങൾ എന്ന് പറയുന്നത്, അതിന് വലിയ പ്രാധാന്യമുണ്ട്. അവിടേക്ക് വരുന്ന വിശ്വാസികളുടെ നിസ്കാരത്തിന് പ്രശ്നമുണ്ടാക്കുന്ന, അവർക്ക് പള്ളിയിൽ വരാൻ പോലും കഴിയാത്ത രീതിയിലുള്ളതായ തടയലുകൾ, അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള കാര്യം ഗൗരവമായിട്ട് നമ്മൾ ഈ വർത്തമാന കാലഘട്ടത്തിൽ കാണേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ ആയത്തുകളിലൂടെ ഉദ്ധരിച്ചുകൊണ്ട് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കി തരുന്നത്. അടുത്ത ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നോക്കൂ നിങ്ങൾ, അറഅയ്ത ഇൻ കാന അലൽ ഹുദാ ഔ അമറ ബിത്തഖ്വാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അറഅയ്ത, നബി അങ്ങ് കണ്ടില്ല നബിയെ, ഇൻ കാന അലൽ ഹുദാ, അങ്ങ് സന്മാർഗത്തിലാണ് എങ്കിൽ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്മാർഗത്തിലാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം അള്ളാഹുവിന്റെ ദിവ്യബോധനങ്ങളാണ് അവിടുന്ന് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഔ അമറ ബിത്തഖ്വ, അതോടൊപ്പം തന്നെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂക്ഷ്മമായ ജീവിതത്തിലേക്കാണ് ആളുകളെ ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ സൂക്ഷ്മമായ ജീവിതത്തിലേക്ക് ആളുകളെ ക്ഷണിച്ചു കൊണ്ടിരിക്കുകയും സന്മാർഗ ദർശനത്തിലും ആയിക്കൊണ്ടിരിക്കുന്ന മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് അബൂജഹൽ ഇവിടെ തടയുന്നത്, നിസ്കരിക്കുവാൻ അനുവദിക്കാത്ത രീതിയിൽ അള്ളാഹുവിന്റെ ഹബീബിനെ പ്രയാസപ്പെടുത്തുന്നത്. ഇങ്ങനെയുള്ള മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമാധാനം എന്നോണമാണ് ശേഷമുള്ള ആയത്തുകൾ അള്ളാഹു കൊണ്ടുവരുന്നത്. മാത്രവുമല്ല, വീണ്ടും അള്ളാഹുവിന്റെ ഹബീബിനോട് പറയുകയാണ്, അറഅയ്ത, നബി അങ്ങ് കണ്ടില്ല നബിയെ, ഇൻ കദ്ദബ, അങ്ങ് ഈ വിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ ഈ ദർശനങ്ങൾ എത്തിച്ചു കൊടുത്തപ്പോൾ ഇൻ കദ്ദബ, അവൻ കളവാക്കുകയാണ് എങ്കിൽ, ഔ വതവല്ല, മാത്രവുമല്ല ഇതിനെയൊന്നും മൈൻഡ് ചെയ്യാതെ, ഇതിനെയൊന്നും കണ്ടതായി നടിക്കാത്ത രീതിയിൽ അവൻ തിരിഞ്ഞു കളയുകയാണ് എങ്കിൽ, എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ? ഈ രണ്ടായത്തുകളുടെയും അതിന്റെ ഷർത്തിന്റെ ജവാബ് ശേഷം അള്ളാഹു പറയുന്നു, ഇങ്ങനെയൊക്കെയാണ് എങ്കിൽ അലം യഅലം ബി അന്നല്ലാഹ യറ, അലം യഅലം, അവൻ മനസ്സിലാക്കിക്കൊള്ളട്ടെ, അവൻ കൃത്യമായ രീതിയിൽ അറിഞ്ഞുകൊള്ളട്ടെ, ബി അന്നല്ലാഹ യറ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ അവൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതായി നീചമായ പ്രവർത്തനം അള്ളാഹുവിനെ സ്മരിക്കുവാൻ വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബാലയത്തിലേക്ക് വരുമ്പോൾ അവൻ തടയുന്നു. ഇങ്ങനെ ഈ മുത്തുനബിയെ തടയുക എന്നത് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നില്ല. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്മാർഗത്തിലാണ് എങ്കിൽ, സന്മാർഗമാണ് ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ആളുകളെ സുന്ദരമായ തഖ്വയിൽ അധിഷ്ഠിതമായ സൂക്ഷ്മമായ ജീവിതത്തിലേക്കാണ് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, മുത്തുനബി പ്രചരിപ്പിക്കുന്ന ഈ ദീനുൽ ഇസ്ലാമിനെ പുലുകുവാനോ അതിനെ പഠിക്കുവാനോ അവൻ സമയം കണ്ടെത്തുന്നതിന് പകരം അതിനെ എതിർക്കുവാനാണ് അവൻ സമയം കണ്ടെത്തുന്നത്. ഇങ്ങനെയുള്ള ഈ മനുഷ്യൻ, ഈ അബൂജഹൽ, മാത്രവുമല്ല അവൻ ഇതിനെയൊന്നും മൈൻഡ് ചെയ്യാതെ ഇതിനൊക്കെ കളവാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇതിനെയെല്ലാം നിഷേധിക്കുകയാണ്. ഇങ്ങനെയുള്ള വ്യക്തി ഇതെല്ലാം അള്ളാഹു കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതെല്ലാം അള്ളാഹുവിന്റെ ഒരു താക്കീതാണ്. ഇതിൽ നിന്നും അവൻ മടങ്ങണം എന്ന് പറയാനുള്ളതായ, അവൻ മടങ്ങുക എന്നതാണ് അവന് ഏറ്റവും ഉചിതമായ മാർഗമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ അള്ളാഹു പറയുകയാണ്. അലം യഅലം ബി അന്നല്ലാഹ യറ, അള്ളാഹു ഇതെല്ലാം കാണുന്നുണ്ട്, അറിയുന്നുണ്ട് എന്ന് അവൻ മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്നതാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു തരുന്നത്. എന്നിട്ട് അള്ളാഹു പറയുന്നു, നോക്കൂ നിങ്ങൾ, ശേഷമുള്ള ആയത്തുകൾ, കല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ഗൗരവം, ഇതിന്റെ ഗൗരവം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത ആയത്തിലൂടെ അള്ളാഹു പറയുന്നത്, കല്ല, അവൻ തീർച്ചയായിട്ടും
അവൻ മടങ്ങിക്കൊള്ളണം. അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നതായ ഈ നീചമായ പ്രവർത്തനങ്ങളിൽ നിന്നും അവൻ മടങ്ങുക തന്നെ വേണം. അതറിയിക്കാൻ വേണ്ടിയിട്ടാണ്, റദ്ഇന് വേണ്ടിയിട്ടുള്ളതാണത്. കല്ല ലഇല്ലം യൻതഹി, അവൻ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം അവസാനിപ്പിച്ചിട്ടില്ല എങ്കിൽ അല്ലാഹു പറയുകയാണ്, ലനസ്ഫഅൻ ബിന്നാസിയ, അവന്റെ മുതുകിനെ ഞാൻ പിടികൂടുക തന്നെ ചെയ്യും. അല്ലാഹു പറയുന്നു, നോക്കൂ നിങ്ങൾ, അവന്റെ ഈ കുടുമയുടെ മുതുകിനെ, ആ മുതുകിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിച്ചു വലിക്കുക തന്നെ ചെയ്യുമെന്നതാണ്. എവിടേക്കാണ് വലിക്കുന്നത്? നരകത്തിലേക്ക്, അള്ളാഹുവിന്റെ കത്തിയാളുന്ന നരകത്തിലേക്ക് അവന്റെ മൂർധാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലനസ്ഫഅൻ ബിന്നാസിയ, അവന്റെ മൂർധാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിച്ചു വലിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോയി ഇടുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പ്രഖ്യാപിക്കപ്പെടുന്നത്. എങ്ങനെയുള്ളതായ മൂർധാവാണ്? ഈ ആ മൂർധാവിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അവന്റെ തലയുടെ മധ്യഭാഗം, ആ മൂർധാവ് എങ്ങനെയുള്ളതാണ്? നാസിയത്തിൻ കാദിബ, ആ മൂർധാവ് കളവിന്റെ ഗോഡൌണാണ്. തൊള്ള തുറന്നാൽ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവന്റെ അനുയായികളോട് പറഞ്ഞ് പരത്തിക്കൊണ്ടിരിക്കുന്നത്, അവന്റെ നാക്കിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന, ആ മൂർധാവിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം കളവുകൾ മാത്രമാണ്. അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് എത്രയെത്ര കെട്ടുകഥകൾ, ഇല്ലാ കഥകളാണ് പറഞ്ഞ് പരത്തിയിട്ടുള്ളത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അവന്റെ മൂർധാവ് അത് കാദിബത്തിൻ, കളവ് പറയുന്ന മൂർധാവാണ്. കളവേ അതിൽ നിന്നും വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഹാതിഅത്തിൻ, അവൻ എന്ത് പ്രവർത്തിക്കുകയാണ് എങ്കിലും ആ പ്രവർത്തനങ്ങളിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള എതിരാണ് അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാം പിഴവുകളാണ്, എല്ലാം വേണ്ടാത്തരങ്ങളാണ്, ഖത്അകളാണ് അവന്റെ ഓരോ പ്രവർത്തനത്തിലൂടെയും വരുന്നത്. അപ്പൊ മൂർധാവിൽ നിന്നും വരുന്നത് കളവാണ്, അവന്റെ പ്രവർത്തനത്തിലൂടെ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അല്ലാഹു പറയുന്നു, നോക്കൂ നിങ്ങൾ, അവൻ വിളിച്ചു കൊള്ളട്ടെയോ. അള്ളാഹുവിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ അള്ളാഹുവിന്റെ ഹബീബിനെ അവൻ ആക്രമിക്കുകയും അതോടൊപ്പം തന്നെ നിസ്കരിക്കുവാൻ പോലും അനുവദിക്കാത്ത രീതിയിൽ കഅബാലയത്തിൽ നിന്ന് അള്ളാഹുവിന്റെ ഹബീബിന്റെ പിരടിയെ ചവിട്ടാൻ വേണ്ടി അവൻ തുനിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇതിൽ നിന്നും അവസാനിപ്പിക്കാതെ വീണ്ടും ഇത് തുടരുകയാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അവൻക്ക് അവന്റെ കൂട്ടാളികളായിട്ട് ആരൊക്കെയുണ്ട് അവരെ എല്ലാം അവൻ വിളിച്ചു കൊള്ളട്ടെയോ. ശേഷം നമ്മളും വിളിക്കുന്നതാണ് അസ്സബാനിയ, അള്ളാഹുവിന്റെ സബാനിയത്തിന്റെ മലക്കുകൾ എന്ന് പറയുന്ന പ്രത്യേക വിഭാഗക്കാരുണ്ട്. അള്ളാഹുവിന് ശക്തമായ രീതിയിൽ നരകത്തിലേക്ക് പിടിച്ചങ്ങ് തള്ളിവിടുന്ന മലക്കുകളാണ് സബാനിയത്തിന്റെ മലക്കുകൾ എന്ന് പറയുന്നത്. ആ മലക്കുകളെ ഞാനും വിളിക്കുമെന്ന്, നമ്മളും വിളിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഞാൻ സബാനിയത്തിന്റെ മലക്കുകളെ വിളിക്കും, അവന്റെ കൂട്ടാളികളെ വിളിക്കട്ടെ, നമുക്കൊന്ന് നോക്കാം ആരാണെന്ന് വിജയിക്കുക എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിലൂടെ പറഞ്ഞു വെക്കുന്നത്. കല്ല, മടങ്ങിക്കോ അബൂജഹലെ, അള്ളാഹുവിന്റെ താക്കീതാണ്. കല്ല, മടങ്ങാൻ വേണ്ടിയിട്ട് മടങ്ങിക്കോ. ലാ തുതിഉഹു, കല്ല റദഉല്ലഹു, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ് പറയുന്നത്. ലാ തുതിഉഹു, നബിയെ അങ്ങ് വഴിപ്പെട്ടു പോകരുത് കേട്ടോ. മുത്തനബിയെ അങ്ങേ എത്ര ഭീഷണിപ്പെടുത്തിയാലും നബിയെ അങ്ങ് വഴിപ്പെട്ടു പോകരുത്. വസ്ജുദ്, അവൻക്ക് അങ്ങ് വഴിപ്പെട്ടു പോവാൻ പാടില്ല. അല്ലാഹു പറയുന്നു, നോക്കൂ നിങ്ങൾ അടുത്ത ആയത്തിലൂടെ, ഈ ആയത്ത് നമ്മൾ നമ്മുടെ മനസ്സിൽ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ആയത്താണ്. എന്താണ് പറയുന്നത് നോക്കൂ നിങ്ങൾ, കല്ലാ ലാ തുതിഉഹു വസ്ജുദ് വഖ്തരിബ്. നബിയോട് പറയുകയാണ്, നബിയെ അങ്ങ് ഗൗരവത്തിൽ മനസ്സിലാക്കണം. ലാ തുതിഉഹു,
ഒരിക്കലും നബിയെ അബൂജഹൽ അങ്ങ് വഴിപ്പെട്ടു പോകരുത്, അങ്ങ് അബൂജഹലിന് വഴിപ്പെട്ടു പോവാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ ഹബീബിനോട് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ നിസ്കാരം എന്ന് പറയുന്ന ആരാധനയെ അബൂജഹലിന്റെ ഭീഷണിക്ക് വഴങ്ങിക്കൊണ്ട് അങ്ങ് വിട്ടുവീഴ്ച ചെയ്ത് പോകരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവരെ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങ് നിസ്കാരത്തിന്റെ മേൽ ദായിമായി കൊണ്ടേയിരിക്കണം, ഒരിക്കലും അവന്റെ ഭീഷണിക്ക് വഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനം ഉണ്ടാവാൻ പാടില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ഫലസ്തീനിലെ ഗസയിലെ മക്കൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പീഡനങ്ങളും പ്രയാസങ്ങളും എത്രയാണ്, എത്രമേൽ കഷ്ടപ്പെടുന്നു. അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. ഒരിക്കലും ഇത്തരത്തിലുള്ളതായ അക്രമികൾക്ക് നാം കൊടുക്കുന്ന ഒരു പ്രവണത നമ്മിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് പറഞ്ഞു നോക്കൂ നിങ്ങൾ, വസ്ജുദ് നബിയെ, അങ്ങ് അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യണം. അങ്ങ് സൃഷ്ടാവായ അള്ളാഹുവിന് വേണ്ടി, അങ്ങയുടെ റബ്ബിന് വേണ്ടി അങ്ങ് സുജൂദ് ചെയ്യണം നബിയെ. മാത്രവുമല്ല വഖ്തരിബ്, ആ അള്ളാഹുവിലേക്ക് അങ്ങ് കൂടുതൽ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് അടുക്കുകയും വേണം എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തുൽ അലഖിന്റെ അവസാന ആയത്തിലൂടെ നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര വലിയ ഭീഷണികൾ ഉണ്ടാവട്ടെ, എത്ര വലിയ അക്രമങ്ങൾ നമ്മൾ നേരിടേണ്ടി വന്നാലും നമ്മുടെ നിസ്കാരം, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിക്കുക തന്നെ വേണം. അത് എത്രമേൽ പ്രയാസം നേരിടേണ്ട അവസ്ഥ ഉണ്ടായാൽ പോലും അത് നമ്മൾ കുറവ് വരുത്തുന്നവരാവാൻ പാടില്ല. കൂടുതൽ അല്ലാഹുവിലേക്ക് നമ്മൾ അടുക്കുന്നവരായിരിക്കണം എന്നതാണ് ഈ സൂറത്തുൽ അലഖിലൂടെ നമുക്ക് പറഞ്ഞു വെക്കുന്നത്. മാത്രവുമല്ല അബൂജഹലിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിന്റെ ഈ ആയത്തുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. മാത്രവുമല്ല അള്ളാഹുവിന്റെ മസ്ജിദിലേക്ക്, പള്ളികളിലേക്കും കടന്നു വരുന്ന ആളുകളെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അവരുടെ നിസ്കാരത്തിന് പ്രയാസപ്പെടുത്തുന്ന രീതിയിലുള്ളതായ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിനെ പഠിക്കുന്ന ഈ ഒരുമിച്ചുകൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.